വയോജന ദിനത്തിൽ ശരത്തിനൊപ്പം കുറച്ച് അതിഥികളും ചേരുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആര്യ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ശരത്ത്. ശരത്ത് തന്നെ പരിചയപ്പെടുത്തും അവരെയൊക്കെ, അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം, കാര്യങ്ങളെല്ലാം ചോദിക്കാം. ബിനിൽ, അതായത് കോഴിക്കോട് ബീച്ചിൽ രാവിലെ എക്സസൈസ് ചെയ്യാൻ എത്തുന്ന കുറച്ച് നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. പ്രായമായവരല്ല ഞാൻ പറയുന്നത്. ഈ ദിവസം നമുക്ക് ചെറുപ്പക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്, പ്രായമായ ആരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതാ വലിയൊരു കൂട്ടം തന്നെ നമുക്ക് കാണാം. ഒരു യൂണിഫോം ഒക്കെ കിട്ടി ഇവർ രാവിലെ ഇവിടെ ദിവസവും വന്ന് എക്സസൈസ് ചെയ്യും. പിന്നെ ഒരു വലിയൊരു സംഘടന കൂടിയാണ്. ആ രീതിയിൽ വിവിധ പരിപാടികളൊക്കെ തന്നെ ഇവർ സംഘടിപ്പിക്കാറുണ്ട്. ആശ്രയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആള്. എത്ര വയസ്സായി? എനിക്ക് 57 വയസ്സായി. കണ്ടാല് നിങ്ങൾ പ്രായം പറയില്ല. അല്ല, നമ്മള് കാണുമ്പോൾ അത്ര ഉണ്ടാവില്ല. കാരണം മുടി ഇതുവരെ നരച്ചിട്ടില്ല, മീശ ചെറുങ്ങനെ നരച്ചവരൊക്കെ കളർ ചെയ്യാറില്ല. കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇവിടെ ബീച്ചിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പാട്ട്, എല്ലാവരും കൂട്ടായ്മ ഉണ്ടാക്കുക, എല്ലാവർക്കും സഹായിക്കുക. കൂട്ടായ്മയുടെ പ്രത്യേകത എന്താ? ഇത് MEC 7 എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർഡ് സൈനികൻ ഉണ്ടാക്കിയ ഒരു മൾട്ടി എക്സസൈസിന്റെ കോമ്പിനേഷനാണ്. എല്ലാ പ്രായമുള്ള ആൾക്കാരും ബീച്ചിൽ ഒരു 100ഓളം ആൾക്കാർ ഡെയിലി രാവിലെ 6:15 മുതൽ 6:45 വരെ. കൂടുതലും പ്രായമായ ആളുകളാണ്. അതെ, ജീവിതശൈലി രോഗം വന്ന ആൾക്കാരാണ് അധികം. ഒബിസിറ്റി ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ചെറിയ കുട്ടികളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പം എല്ലാവരും അനുസരണയോടെ കേൾക്കും. അതിലുണ്ടാവുന്ന സൗഹൃദത്തിന്റെ പേരിൽ എല്ലാവരും വരും. സംഘടനയിൽ ഇപ്പോൾ എത്ര ആളുകളുണ്ട്? ഇപ്പം കോഴിക്കോട് ഒട്ടാകെ 137 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഒരു 100ന്റെ അടുത്ത് എല്ലാ ദിവസവും വരുന്നുണ്ട്. പ്രായമായവർ എത്രയാണ്? പ്രായമായവർ ഒരു ബ്രാൻഡ് അംബാസിഡർ വരെ ഉണ്ട്. 74 വയസ്സുള്ള ഒരു അക്ഷരമാനത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ. ഒരു 20% ആൾക്കാർ 70 വയസ്സിൻ്റെ മുകളിലുള്ളവരുണ്ട്. എന്താ പേര്? പേര് അഷ്റഫ് എന്നാണ്. വയസ്സ് 65ആയി. ആണോ? വയസ്സിന്റെ ഒരു ഇത് തോന്നുന്നില്ല, ചെറുപ്പം തോന്നുന്നു. ഞാൻ ഓൾ ഇന്ത്യ ബൈക്ക് റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സെലിബ്രേറ്റിംഗ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വയസ്സന്മാരെന്ന് പറയാൻ പാടില്ല, നമ്മൾ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെയർ സ്റ്റൈലിലൊക്കെ. കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് യൂണിറ്റിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. യൂത്തിനെന്നപ്പോൾ നമ്മളോട് നിങ്ങളെ അനുകരിക്കണം. അല്ല, അവർക്ക് നമ്മളോട് ഒരു ഇതാ. കാരണം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തത് ലുലു മാളിലാണ് ഫാഷൻ ഷോ. ലുലു മാൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണ്, 7 ഡേയ്സിലെ ഇവിടുത്തെ നമ്മുടെ എൻ്റെ ഈ ഇതിൽ നിങ്ങളാണ് ഏറ്റവും നന്നായി ചെയ്തതെന്ന്, പെർഫോം ചെയ്തതെന്ന്. നമ്മൾ സീനിയർ സിറ്റിസൺസ്. എൻ്റെ പേര് നസീർ അലി. ഒരു 56 എത്തിക്കൊണ്ടിരിക്കുന്നു. 56. എങ്ങനെയാണ് ജീവിതം? ഉഷാറാണ്. ഇപ്പോൾ നല്ല എക്സസൈസ് തരിക്കേടില്ല. ഇപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ലെവലാണ്. കുറച്ച് കൊളസ്ട്രോളൊക്കെ കൂടുതലുണ്ട്, അപ്പോൾ കുറവാണ്. ഓക്കെ. CP അബ്ദുറഹ്മാൻ. എൻ്റെ പേര് CP അബ്ദുറഹ്മാനാണ്. പക്ഷേ ഞാൻ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ എല്ലാത്തിലും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കല്ലായിപ്പുഴ സംരക്ഷണ സമിതിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു പ്രവർത്തകനാണ്. പൊതുരംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. നമുക്കൊരു ഓളാക്കി ഒരു പാട്ടൊക്കെ പിടിച്ചാലോ? നിങ്ങളുടെ ടീം ഉണ്ടല്ലോ. പേര് പറഞ്ഞോ? എൻ്റെ പേര് സുനിൽ. ഞാൻ മൈത്ര ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ജോലി. പാട്ടുകാരനാണല്ലേ? അത്യാവശ്യം. എന്നാ ഒരു ചെറിയ പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ലാസ്റ്റ് എല്ലാവരും കിഷോർ കുമാർ കാ ഗാന ആപ് ഗാവോ ഭായി. അതെ. ചൽത്തെ ചൽത്തെ मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. रोते हंसते बस यूं ही तुम गुनगुनाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरे गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇവരൊക്കെ വളരെ വൈബായിട്ടുള്ള ആളുകളാണ്. നമുക്കൊരു ശരിക്കും വാർദ്ധക്യം എന്നുള്ളൊരു സങ്കല്പത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വാർദ്ധക്യം ഒരു മാനസികമായ ഒരു ഫീലിംഗ് ആണ്.
അങ്ങനെ ഒരു വാർദ്ധക്യം എന്നുള്ള അങ്ങനെ ഒരു സങ്കല്പം ആവശ്യമുണ്ടോ? ഇങ്ങനെ സംഘാവശ്യമല്ല, കാരണം മനസ്സാണ് പ്രായമാവുന്നത്, ശരീരമല്ല. ശരിക്കും മനസ്സിൽ പ്രായം വന്നു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് പ്രായമാവും, മനസ്സിലും പ്രായം തോന്നിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ബി എവർ യങ്, ദാറ്റ്സ് ഓൾ. എവർ യങ് ആണോ? മനസ്സുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ പ്രായം എത്രയാ? എനിക്ക് 52. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു യുവാവാണ് കേട്ടോ. അതായത് ഇത് പ്രായമായ ആളല്ല, പക്ഷേ ഇവരുടെ ഒരു സംഘടനയുടെ പ്രത്യേകത പ്രായമായവർ മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രായമുള്ള ആളുകളുമുണ്ട്. അതിലുള്ള ഒരാളാണ്. ഈ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൽ കരീം. സാറാണ് ആള് എല്ലാത്തിലും. ഈ വയസ്സായിട്ടില്ല എപ്പോഴും? 70 യൂത്താണ്. യൂത്ത് പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറയൊക്കെ ആയിട്ട് എങ്ങനെയാ കമ്പയർ ചെയ്യുമ്പോൾ? വളരെ ഉഷാറ് തന്നെയാണ്. പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം പിടിച്ചേക്കാണ്ട്. ചെക്കന്മാരൊക്കെ ശ്രദ്ധിക്കാൻ. നമ്മൾ ഈ മാക്സിമം തുടങ്ങുന്നതിന് മുന്നേ ഫുൾ ഉറക്കമായിരുന്നു രാവിലെ. ഇപ്പൊ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക്. കാരണം രാവിലെ നീറ്റ് വരാൻ ഒരു മടിയില്ല.